ചന്ദ്രേ, ഹോസ്പിറ്റലിൽ വിവരം വല്ലതും അറിയാമോ? പ്രഭാവതിയമ്മ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത പ്രതീക്ഷിക്കാം. നിന്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇത് ചെയ്തത്? എനിക്കെങ്ങനെ അറിയാം? ശരത്തിനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും. ദേവിക ഉണ്ടായിരുന്നല്ലോ പ്രഭാവതിയോടൊപ്പം. വണ്ടി ദേവികയെ ഇടിച്ചിടാൻ വേണ്ടി വന്നതാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് പ്രഭാവതി അമ്മയെ തന്നെ ലക്ഷ്യമാക്കി വന്നതാവാനാണ് സാധ്യത. ആ പാവം സ്ത്രീയെ കൊന്നിട്ട് ആർക്കെന്ത് കിട്ടാനാ? അമ്മയും ശരത്തും തമ്മിൽ അത്ര നല്ല അടുപ്പത്തിലായിരുന്നു. ശരത്തിന് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ആ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഉണ്ടായിരുന്ന ഏട്ടൻ മരിച്ചു. അതിനുശേഷം ശരത്തിനെല്ലാം അമ്മയായിരുന്നു. അങ്ങനെയുള്ള അമ്മയെ അപായപ്പെടുത്തിയ ശരത്തിനെ അത് ബാധിക്കുമെന്ന് വന്നവര് വിചാരിച്ചു കാണും. ഒന്ന് ഞാൻ തീർത്ത് പറയാം, ഈ അപകടത്തിന് കാരണം ദേവിക തന്നെയാണ്. ഇനി ഈ കുറ്റം കൂടി ദേവികയുടെ തലയിലെടുത്ത് വെച്ചോ? അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും അവൾക്ക് പറ്റില്ല. പ്രഭാവതി അമ്മയും കൊണ്ട് അവൾ എങ്ങോട്ടാ പോയത്? ശരത്തിന്റെ അമ്മയാണല്ലോ പ്രഭാവതി. എന്തായാലും പ്രഭാവതിയും ദേവികയും അത്ര രസത്തിലായിരുന്നില്ല. ആ സാഹചര്യത്തില് രണ്ടുപേരും കൂടി എങ്ങോട്ട് പോയി? അതിനുള്ള ഉത്തരം കിട്ടണ്ടേ? ഇങ്ങനൊരു കാറ് വരുമെന്ന് ദേവികയ്ക്ക് നേരത്തെ അറിയായിരുന്നോ? ആ കാറിന് ഇടിക്കാൻ പാകത്തിന് പ്രഭാവതിയെ കൊണ്ടുപോയി നിർത്തുകയല്ലായിരുന്നോ ദേവിക ചെയ്തത്? ചന്ദ്രയെ നിർത്ത്. കേസ് നീ വളച്ചൊടിക്കൊന്നും വേണ്ട. സത്യം പറയുമ്പോ ക്ഷോഭിച്ചിട്ട് കാര്യമില്ല. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കും. അപ്പ അറിയാം കൊല്ലാൻ വന്നവൻ ആരാണെന്ന്. ഞങ്ങൾ കരുതുന്നത് ആ കാറ് വന്നത് ദേവികയ്ക്ക് വേണ്ടി തന്നെയാണെന്ന്. അന്വേഷണം കഴിയട്ടെ, അപ്പ അറിയല്ലോ. അതെ, അപ്പൊ നിനക്ക് മനസ്സിലാവും നീ സംശയിക്കുന്നൊന്നും അല്ല സത്യമെന്ന്. എന്റെ സംശയം ശരിയാവണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിച്ചാ മതി. കൊലയാളിയോ? പ്രഭാവതി അമ്മ മരിച്ച കുറ്റം ചെയ്തയാള് കൊലയാളിയല്ലേ? ദൈവമേ, അത് നമുക്കറിയാവുന്ന ആരും ആവാതിരുന്നാ മതിയായിരുന്നു. ഹലോ അച്ഛാ. മോളെവിടെയാ? ആശുപത്രിയിൽ അച്ഛാ. ഫാർമസിന്ന് മരുന്ന് മേടിക്കാൻ പോകുന്ന വഴിയാ. മോളെന്തിനാ അവിടെ നിൽക്കുന്നേ? മോക്ക് വീട്ടിലോട്ട് തിരിച്ചു വന്നുകൂടെ? അത് അച്ഛാ, എന്റെ കൂടെ വന്നപ്പോഴല്ലേ പ്രഭാവതി അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുമോ? ആശുപത്രിയിൽ എത്തിച്ചില്ലേ? ഇനി മോക്ക് തിരിച്ചു വന്നുകൂടെ? അവിടെ ശരത്തെത്തിയല്ലോ. ഇനി ശരത്ത് നോക്കട്ടെ അവന്റെ അമ്മേ. വേറൊന്നും കൊണ്ടല്ല മോളെ അച്ഛൻ പറഞ്ഞു. അവിടെ നിന്നാ മോള് വെറുതെ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ തിരിച്ചു വരാൻ പറയുന്നത്. ശരത്ത് എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പ്രഭാവതി അമ്മയും പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരവസ്ഥ വരുമ്പോ സഹായിച്ചില്ലെങ്കിൽ എനിക്കെന്റെ മനസാക്ഷിയുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരും അച്ഛാ. എന്തൊക്കെ ദ്രോഹം ചെയ്തവരാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരനാഥയെ പോലെ പ്രഭാവതി അമ്മയെ ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല അച്ഛാ. ഓരോരുത്തർക്ക് അവരർഹിക്കുന്നതേ കൊടുക്കാവൂ. പ്രഭാവതി അമ്മയും ശരത്തും ഇതൊക്കെ അർഹിക്കുന്നുണ്ടോന്ന് എന്റെ മോളൊന്ന് ചിന്തിച്ചു നോക്ക്. അച്ഛൻ പറഞ്ഞ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. നമ്മളോട് കാണിച്ച ക്രൂരത ഓർത്താൽ അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. പക്ഷെ ഞാനിങ്ങനെയാ. ഒരാൾക്കൊരു സങ്കടം വരുമ്പോ, ദുരന്തം വരുമ്പോ പഴയതൊക്കെ മറന്ന് ഓടിച്ചെല്ലാൻ നോക്കും. ഞാൻ സഹായിക്കാൻ നോക്കും. മനുഷ്യരെന്ന നിലയില് എല്ലാവരും അങ്ങനെ ആവണ്ടേ അച്ഛാ? അതാ എന്റെ ആഗ്രഹം. അതല്ലേ ശരി? അതാണ് ശരി. എന്റെ ശരികൾ മാത്രമാണ് ഞാൻ. അതിൽ നിന്ന് മാറാൻ പെട്ടെന്ന് എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ മോളെ നിർബന്ധിക്കുന്നില്ല.
മോളെ പിന്നെ ആ ഇടിച്ച വണ്ടി അതൊന്നും തിരിച്ചറിഞ്ഞോ? ഇല്ല, ആ ആ ഒരു ബഹളത്തിന്റെ ഇടയിലായി പോയതുകൊണ്ട് എനിക്ക് ആ നമ്പറൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും പോലീസ് വന്നിട്ടുണ്ടല്ലോ, അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ശരി മോളെ. സാറിന്റെ മരുമകൻ എന്ത് പണിയാ സാറാ കാണിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയ നിരഞ്ജ സാറിന് എന്താ? സാറിന്റെ ആരെങ്കിലും ആണോ ഈ പ്രഭാവതി? പ്രഭാവതി ആരുമല്ല. പക്ഷേ ദേവിക അങ്ങനെയല്ലല്ലോ. ദേവികയോടൊരു കടപ്പാടുണ്ട് ഞങ്ങൾക്ക്. ഓ, അപ്പൊ ദേവികയ്ക്ക് വേണ്ടിയാണ് ആശുപത്രിയിലേക്ക് ഓടിയതല്ലേ? അതെ, അതിനെന്താ കുഴപ്പം? അത് വേണ്ടായിരുന്നു. അത് താനാണോ തീരുമാനിക്കുന്നേ? ഒരു അപകടം നടന്നു കഴിഞ്ഞാ ഓടിച്ചെന്ന് സഹായിക്കേണ്ടത് ഏതൊരു മനുഷ്യന്റെ കടമയല്ലേ സ്വാമി? അത് ശരിയാ. പക്ഷേ അങ്ങനെ സഹായിച്ച അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ദോഷം വന്നാലോ? ദോഷം വന്നാ ഞങ്ങളിത് നേരിട്ടോളാം. സാറേ, അതൊരു കൊലപാതക ശ്രമ ഈ അപകടം. അപ്പൊ പിന്നിലൊരാള് കാണുമല്ലോ. എന്തിനാ സാറേ ഈ പുലിവാല് പിടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ പുതിയതും കൂടി എടുത്തിട്ട് തലയിൽ വെക്കണം. സ്വാമി പറയുന്നതിലും കാര്യമുണ്ട്. നിരഞ്ജൻ എടുത്തിയാടി അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ, ഞങ്ങൾക്ക് അങ്ങനെയല്ല തോന്നിയത്. നിന്നോട് പറഞ്ഞിട്ടാണോ നിരഞ്ജൻ പോയത്? അതെ. അയാൾ എന്ത് ചെയ്താലും നീ കൂടെ നിന്നോണം. അവസാനം എവിടെയും ചെന്ന് പെടുമ്പോ പഠിക്കും. എന്താണ് വരുന്ന പ്രശ്നം? ആദ്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരും. കൊലപാതകം നടത്താൻ പദ്ധതിയിട്ടവരുടെ കണ്ണിലെ കരടായില്ലേ, അത് തന്നെയാണ് പ്രശ്നം. ആരാ കൊലപാതകം നടത്താൻ ശ്രമിച്ചത്? അതെനിക്കങ്ങനെ അറിയാം. ആദ്യം അത് പോയി അന്വേഷിക്ക്, എന്നിട്ട് വന്ന് സംസാരിക്ക്. എടുത്തു ചാടുന്നതേ അദ്ദേഹം അല്ല, നിങ്ങളാ. എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഈ സ്വഭാവം ഒന്ന് നിർത്തന്റെ സ്വാമി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സാറിന് മനസ്സിലായല്ലോ? അത് മതി. പിള്ളേരല്ലേ, എല്ലാം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്ക് സമയം ഒരുപാട് വൈകിയിരിക്കും.